ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചൂയിയായിട്ട് ഇങ്ങനെ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള അടിപൊളി ഒരു ബ്രൗണിയുടെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ടിപ്പോൾ ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് കേട്ടോ. 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ നിന്ന് പകുതി എടുത്ത് അതിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പിടി മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് ചേർക്കേണ്ടത്. നമ്മൾ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ബട്ടർ വാങ്ങി അതിനെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിലായ ബട്ടർ ആണെങ്കിൽ പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടും. ഇത് രണ്ടും കൂടി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നല്ല ചൂടായ വെള്ളത്തിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശമൊന്നും തീരെ ഇതിൽ തട്ടാതെ നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 250 ml കപ്പിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക. ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും ബട്ടറും കൂടിയുള്ളത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതും മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ എല്ലാം മിക്സിങ്ങും കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും നമുക്കൊരു അരിപ്പിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യം കുറച്ചൊന്ന് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒരു തവണയായിട്ട് അരിച്ച് ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് മിക്സായി കിട്ടാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ 2 തവണയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് എയർ ബബിൾസ് ഒരുപാടായി കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. നമുക്ക് ഈ ബ്രൗണി അത്രയും സോഫ്റ്റ് ആവണ്ടല്ലോ. നമ്മുടെ മിക്സിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1-2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്ത പാത്രമാണ് കേട്ടോ. അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ലിഡ് വെച്ച് അടച്ച് നല്ലൊരു വെയിറ്റ് എന്തെങ്കിലും അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 35 മിനിറ്റ്സ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും കേട്ടോ. ഞാനൊരു 30 മിനിറ്റ്സ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും 25-30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ എന്താണ് അവസ്ഥയെന്ന്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. എൻ്റെ മക്കളുടെ ക്ഷമയുടെ കുറവ് മൂലം ഞാനിത് അത്യാവശ്യം ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ടങ്ങ് തണുത്ത് കഴിയുമ്പോൾ നല്ല കുറേ കൂടി നല്ല ടേസ്റ്റി ആയി കിട്ടും കേട്ടോ. ഇപ്പോഴും നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു കഷ്ണം കഴിച്ചിട്ടാണ് ഇത് വോയിസ് ഓവർ വരെ ചെയ്യുന്നത് കേട്ടോ. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.